ഹായ് ഗൈസ്, ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തിനഗറാണ്. പിന്നെ ബാംഗ്ലൂർ ശാന്തിനഗർ ബസ് സ്റ്റേഷനാണുള്ളത്. ഇന്ന് എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ KSRTCയുടെ ഗരുഡ പ്രീമിയം ബസ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനാണ്, അതിൻ്റെ ഫീച്ചർ ചെയ്യാനാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് പേരൂടെ ഉണ്ട്. ഇവിടുത്തെ മലയാളി സംഘടനയുടെ ആൾക്കാരാണ് ബസ്സിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ബസ് ഇപ്പോൾ ക്ലീനിങ്ങിന് പോയിട്ടാണ്. നമുക്ക് അവിടെ കയറിയിട്ട് നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം എന്തായാലും 2:30 സമയം പോകാനുള്ള, വരെയും പോയൊക്കെ ഒരുമിച്ചായിരിക്കും. ഇവിടെ ബസ്സിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മലയാളികളായ നമ്മുടെ ഇവിടുത്തെ ഒരു സംഘടനയുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ പരിചയപ്പെടുത്താം. സർ പറഞ്ഞോളൂ. സർ, ഞാൻ മധുമേനോൻ, സുവർണ്ണ കർണാടക കേരള സമാജത്തിൻ്റെ കോർമംഗല ഫോണിൻ്റെ ചെയർമാനാണ്. അപ്പോൾ KSRTCയുടെ ഇപ്പോൾ ഈ ഒരു പുതിയ പരിപാടി എന്തായാലും മലയാളികൾ യാത്ര ചെയ്യുന്ന കേരളീയർക്ക് വളരെ സൗകര്യമുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതിനെ ഒന്ന് നമ്മുടെ സംഘടനയുടെ ഭാഗമായിട്ടൊന്ന് നമ്മുടെ കേരള സർക്കാരിനെയും KSRTCനെയും ഒന്ന് അനുമോദിക്കാനായിട്ട് വന്നതാണ്. നമ്മുടെ സർ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഞങ്ങളുടെ സോണിൻ്റെ കൺവീനറാണ് ഷാജു. അതൊക്കെ KSRTCയെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുള്ള ആൾക്കാരാണ്. KSRTC സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്ര നല്ലൊരു ബസ് ഇറങ്ങിയത് സന്തോഷം. ബാംഗ്ലൂർ മലയാളികൾക്ക് ഉപകാരമാവട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. ഇതൊരു ഉദയകുമാർ, കേരള സമയത്തിൻ്റെ ഫിനാൻസ് കൺവീനറാണ്. അപ്പോൾ പുതിയൊരു ബസ് തുടങ്ങുന്നതിലേക്ക് സ്വീകരണത്തിന് വന്നതാണ്. നമ്മൾ പിന്നെ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ബസ് വരുന്നത് നോക്കിയിട്ട് കാത്തു നിൽക്കുകയാണ്. ക്ലീനിങ്ങിന് കൊണ്ടുപോയിക്കാണ്. അതിനിപ്പം എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണേ ക്ലീനിങ് കഴിഞ്ഞ് വരുന്നവരെ. നമ്മുടെ മലയാളി സുഹൃത്തുക്കളാണ്. നമുക്ക് ഇനി ഇവരോട് എന്താ പറയാനുള്ളതെന്ന് വെക്കാം. എന്താ ഇപ്പം പറയാനുള്ളത്? നമ്മളെ ബസ് വന്നു. നമുക്ക് ബാംഗ്ലൂർക്ക് ഒരു പുതിയൊരു ബസ്സും കൂടി കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. നമ്മൾ സ്വർണ്ണ കേരള സമാജത്തിൻ്റെ പേരിൽ നമ്മുടെ ഗതാഗത വകുപ്പിനും അതുപോലെ തന്നെ സർക്കാരിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ മലയാളികളുടെ യാത്രാ ചെറിയൊരു ഇനിയും കുറേ ഇതുപോലത്തെ ബസ്സുകൾ വരുമായിരുന്നു. അതുപോലെ തന്നെ പകൽ സമയത്ത് കോഴിക്കോട് നിന്നൊരു ബസ് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കൂടുതൽ വണ്ടികൾ നമുക്ക് വേണം. തീർച്ചയായിട്ടും അത് വരും കാലങ്ങളിൽ ഉണ്ടാകുമെന്നും ബാംഗ്ലൂരിലെ മലയാളികളുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും നമുക്കൊരു സഹായകരമാകുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നും. കൂടാതെ KSRTC ലാഭത്തിലാവുകയും വേണം. അതെ, തീർച്ചയായിട്ടും. അതെ.
ലാഭത്തിലാവണം. പ്രത്യേകിച്ച് ഒരു മലബാർ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ യാത്രാ ബുദ്ധിമുട്ടുകൾ. കാരണം ട്രെയിൻ സൗകര്യമില്ല, ബസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപകടങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുള്ള കാരണമാണ് മന്ത്രിയാണ് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യും. ആദ്യം ഒരു 6 മണിക്കൂർ കൊണ്ട് സാധാരണ വൈകുന്നേരങ്ങളിൽ പോയിട്ട് രാവിലെ അവിടെ എത്തുന്ന ഒരു രീതിയായിരുന്നല്ലോ. ഇപ്പോൾ അത് മാറിയിട്ട് ഉച്ചയ്ക്ക് പോയിട്ട് വൈകുന്നേരം അവിടെ എത്തുന്ന രീതിയിൽ ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്രദമാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അവർക്ക് എന്തെങ്കിലും പറയാം. എന്താണ്? ഹലോ ഹായ്. ഈ ബസ്സിനെ കുറിച്ച് കുറേ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മന്ത്രിമാരും ആൾക്കാരൊക്കെ സഞ്ചരിച്ച ബസ്സാണ്. സോ എക്സൈറ്റഡ് ആയിരുന്നു വീണ്ടും കയറണം. ഐ ലീവ് ഇൻ ലണ്ടൻ. ഞാൻ ഈ ഒരു ബസ്സിൽ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് എൻ്റെ ടിക്കറ്റ് ഞാൻ പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഇന്ന് കോഴിക്കോടേക്ക്. ഞാൻ കോഴിക്കോടുകാരനാണ്. സോ ഐ എം കമ്മിങ് ബാക്ക് സെയിം ബസ് ഹോപ്പ്ഫുള്ളി ടുമാറോ. നോക്കാനോ ഒന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എക്സൈറ്റഡ് ആണ് ഈ ബസ്സിൽ കയറി യാത്രയ്ക്ക്? അബ്സല്യൂട്ട്ലി എക്സൈറ്റഡ്. നോക്കാമല്ലോ എന്താണ് ഇത്രയും ആൾക്കാരും ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവത്തിനകത്ത് കയറി യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മൂമെൻ്റാണ് നമുക്ക്. അതുകൊണ്ടാണ് ഇതിനു വേണ്ടി ഇത്രയും ട്രൈ ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നമ്മുടെ കേരള ജനതയുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും ജനസമ്പർക്കം നടത്താനും ഉപയോഗിച്ചൊരു വാഹനമാണ്. അതൊരു നോക്കാമല്ലോ. KSRTCക്ക് ഓൾ ദ ബെസ്റ്റ്. ഇതുപോലത്തെ ഇനിയും ഒരുപാട് വാഹനങ്ങൾ ഇറക്കിയിട്ട് എന്തായാലും യാത്രക്കാരുണ്ടാവും. അത് കണ്ണൂർ മലയാളികൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രാ ദുരിതം തന്നെയാണ്. ഈ നേരത്തെ ഒരാൾ മെൻഷൻ ചെയ്തായിരുന്നു, അതായത് നമുക്ക് ഒരു ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 10 മണിയാകുമ്പോൾ എത്തുന്നതിൻ്റെ ഒരു സർവീസ് മീൻസ് അതൊരു ഭയങ്കരമായിട്ട് പിന്നെ ഹെൽപ്ഫുള്ളാണ്. കാരണം പിറ്റേ ഒരു ദിവസം, അതായത് നാളെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡെയിലി എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻസ് ഉറങ്ങാൻ സമയമുണ്ട്. ഒരു 10 മണിയാകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ 11 മണിയാകുമ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൂടെ സർവീസസ് വേണം അല്ലേ? അല്ല, ടൈമിങ്സ് നല്ലൊരു ടൈമിങ്സ് ആണ്. ഞാൻ കാണുന്ന ബെനിഫിറ്റ് ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇതിൽ. കാരണം പ്രായമുള്ള ആൾക്കാർക്കൊന്ന് പെട്ടെന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ അവരവരെ സമയത്ത് നിർത്തുള്ളൂ. ഇതിപ്പോൾ അതെല്ലാം ഉണ്ടല്ലോ, സുഖമായിട്ട് പോവാം, ടെൻഷൻ ഇല്ലാണ്ട് പോവാം. അപ്പോൾ എല്ലാ പ്രായക്കാർക്കും ഇതൊരു നല്ലൊരു സർവീസാണ്. നമുക്ക് എസ്പെഷ്യലി നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്തായാലും മ്യൂസിയത്തിൽ വെക്കുന്നേക്കാൾ നല്ലതാണ്. അതെ അതെ. ഈ പുതിയ സംരംഭത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ. സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? അങ്ങനെയാണോ? CM ഇരുന്ന സീറ്റാണ്. നല്ലതല്ല, നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല എന്തായാലും ഇത് റീയൂസ് ചെയ്തതിൽ നല്ല അഭിപ്രായം. എന്താണ് ഈ യാത്രയെ പറ്റിയിട്ടുള്ള അഭിപ്രായം? മനോരമയാണ്. ഇങ്ങോട്ട് ഇതിലല്ലേ വന്ന്? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറല്ലേ? ഇവിടെ നമ്മുടെ ബസ്സിന് നമ്മുടെ ഇവിടുത്തെ മലയാളി സംഘടനകൾ ചേർന്നിട്ട് സ്വീകരണം കൊടുക്കുകയാണ് ഡ്രൈവർക്കും ഇതിൻ്റെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും. ഞാൻ അവിടെ ക്ലീൻ ചെയ്യുന്നിടത്ത് പോയിട്ട് തന്നെ കയറി. അതുകൊണ്ട് ഇതിൽ ഇച്ചിരി നേരം ട്രാവൽ ചെയ്യാൻ പറ്റി. ഷാജിമോൻ ചേട്ടനും പിന്നെ ഫൈജാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടെയാണ് ഈ ബസ് ഓടിക്കുന്നത്. മേലെ തന്നെ ഉണ്ട് ഗരുഡ പ്രീമിയം AC എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആ ബോഡിയും എല്ലാം സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒരു ദിവസം കൂടെ ഇതിൽ ട്രാവൽ ചെയ്തിട്ട് ഞാനുള്ളൂ.
പുറത്തോട്ട് നിൽക്കട്ടെ. എന്നൊക്കെ നമ്മുടെ സാരഥികളെ അഭിനന്ദിക്കുന്നതാണ്, ഇവിടെ സ്വീകരണം കൊടുക്കുന്നതാണ് നമ്മുടെ ബാംഗ്ലൂർ മലയാളികൾ. ഇതേപോലത്തെ നല്ല നല്ല സർവീസുകൾ ഇനിയും കേരളത്തിലേക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ ഇത് തുടങ്ങുന്നത്. നമ്മൾ പുതിയ ഒരു എന്താ പറയുക, പുതിയൊരു തുടക്കം നമ്മൾ കണ്ടു. KSRTCയുടെ ഗരുഡയുടെ പ്രീമിയം. അത് നമുക്കിന്ന് ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല, അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ഒന്നും പറയാൻ പറ്റിയിരുന്നില്ല. ഇന്ന് ആ ഒരു ഫസ്റ്റ് ട്രിപ്പ് ആയതിനാലും പിന്നെ കുറച്ച് വന്നത് കുറച്ച് നേരത്തെ വൈകിയതിനാലും നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്കത് ഫുള്ള് നമുക്ക് ഫീച്ചർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്നാലും നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വരും സമയത്ത് നമുക്കൊരു ദിവസം അതിൽ യാത്ര ചെയ്തിട്ട് അതിലെ ഫീച്ചേഴ്സും എല്ലാം നമുക്കൊന്ന് ചെയ്യാനുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.